ഏറ്റവും അധികം തകർന്ന സിസ്റ്റങ്ങളിൽ ഒന്ന് ആരോഗ്യം, പൊതുഗതാഗതം, വൈദ്യുതി, ഇവയൊക്കെ പൊതുമരാമത്ത് വകുപ്പ്, ഈ പറയുന്ന പോലെ ഈ വകുപ്പ്. അപ്പൊ ഞാൻ പറയുകയാണ്, അതിനെയൊക്കെ അതിജയിച്ച ഒരു സിസ്റ്റം ആയിരുന്നില്ല ഇവിടെ ഉണ്ടായിരുന്നത്. ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 99% മരണനിരക്ക്. സുഹൃത്തുക്കളെ, ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂസ് മലയാളം എന്ന് പറയുന്ന ചാനലിലെ ഒരു പെൺകുട്ടിയാണ്. റിനി ആൻഡ് ജോർജ് എന്നാണ് ഇവരുടെ പേര്. ഈ അടുത്ത കാലത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ഒരു അവതരണം. അധികം ഒച്ചം ബഹളമൊന്നുമില്ല, വെറുതെ അലറി വിളിച്ചകളില്ല. നമ്മുടെ എന്താ പറയുക, ഈ റിപ്പോർട്ടർ ചാനൽ കാണുന്ന ഒരു മാപ്രകളൊക്കെ ഉണ്ടല്ലോ, അവരെ പോലെ അലറി വിളിക്കുക, ഒച്ചം ബഹളം കൂട്ടുക എന്നല്ല, കൃത്യമായിട്ടും കണക്ക് വെച്ച് പഠിച്ച് സംസാരിക്കുന്നൊരു മാധ്യമപ്രവർത്തക. ഏറെ കാലമായിട്ട് നമ്മുടെ മാധ്യമ മേഖലയിൽ ഇല്ലാതിരുന്ന ഒരു തരത്തിലുള്ള ഒരാളെ ഇപ്പോൾ നമുക്ക് കിട്ടിയെന്നൊക്കെ വേണമെങ്കിൽ പറയാം. സ്മൃതി പരുത്തിക്കാട് എന്ന് പറയുന്ന ആ ഒരു മാധ്യമപ്രവർത്തക നമുക്കറിയാം. ഒരു പക്ഷേ അവരുടെ ഉള്ളിലെ രാഷ്ട്രീയം പോലും അറിയാതെയെങ്കിലും പുറത്തു വരുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക, വഴക്കിടാൻ വേണ്ടി വഴക്കിടുക, ആളുകൾ കാണാൻ വേണ്ടിയിട്ട് കുറെ ഒച്ചും വിളിയും കൂട്ടുക എന്നതിനപ്പുറത്തേക്ക് വിവരത്തോടെ, വിദ്യാഭ്യാസത്തോടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരാളെ പരിഗണിച്ചുകൊണ്ടുള്ള സംസാരം എന്ന് പറഞ്ഞ പരിപാടി ഇവർക്ക് പലപ്പോഴും ഉണ്ടായിട്ടില്ല. ഞാൻ സ്മൃതി പരുത്തിക്കാടിന്റെ ഒരു ഇത് കേൾപ്പിക്കാം. കരുണാകരന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് അറിയാതെ പറന്നുപോയ ഒരു വാചകം, അത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു പോയൊരു വാചകം, അറിയാതെ പറന്നുപോയ ഒരു വാചകം, അത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു പോയൊരു വാചകം, അതിൽ ക്ഷമാപണമൊക്കെ അദ്ദേഹം നടത്തിയതാണ്. അറിയാതെ പറഞ്ഞു പോയ ഒരു വാചകം എന്നാണ് സ്മൃതി പരുത്തിക്കാട് പറഞ്ഞത്. എന്താണ്? കരുണാകരന്റെ ഭാര്യയെ കുറിച്ച് ഒരുപക്ഷെ ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഈ കരുണാകരൻ പക്ഷത്തോ അല്ലെങ്കിൽ കോൺഗ്രസ് പക്ഷത്തോ നിൽക്കുന്ന ഒരു മനുഷ്യനൊന്നല്ല. പക്ഷേ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ കരുണാകരന്റെ ഭാര്യയെ കുറിച്ച് പറഞ്ഞ വാക്കുകളൊക്കെ വഷളായിരുന്നു, അശ്ലീലമായിരുന്നു. അശ്ലീലമായിരുന്നുള്ള ആ ഒരു ഡയലോഗിന് പോലും അറിയാതെ പറഞ്ഞു പോയ വാക്കുകൾ എന്ന രീതിയിൽ അതിനൊന്ന് മൈൽഡാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സ്മൃതി പരുത്തിക്കാട് ശ്രമിക്കുന്നത്. ദാറ്റ് മീൻസ് സ്മൃതി പരുത്തിക്കാട് എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു സ്നേഹിതയാണ്, അല്ലെങ്കിൽ അവരിഷ്ടപ്പെടുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് അനുഭാവിയാണ് എന്ന രീതിയിലാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഡാറ്റയോ ഒരു കാര്യമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രാഷ്ട്രീയ നേതാവ് സ്വന്തം പാർട്ടിയിൽ തന്നെ ഉണ്ടായിരുന്നുള്ള കരുണാകരൻ എന്ന് പറയുന്ന അനിഷേധ്യനായിരുന്നൊരു നേതാവ്, ഒരുപക്ഷെ ഇന്ത്യൻ വളരെ മാന്യന്മാരേക്ക് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു അവസ്ഥ അദ്ദേഹം മാറ്റിവെക്കുമായിരുന്നെങ്കിൽ ഇന്ത്യയുടെ തലപ്പത്തേക്ക് ഇവർ എത്തി നിൽക്കാവുന്ന, നമുക്കൊക്കെ അഭിമാനിക്കുന്ന ഒരു തലത്തേക്കൊക്കെ എത്തി നിൽക്കാവുന്ന ഒരു നേതാവായിരുന്നു കരുണാകരൻ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനത്തെ ഒരു നേതാവിനെയാണ് അശ്ലീലം വിളിച്ചിരിക്കുന്നത്. അവരെ ഭാര്യയാണ് തെറി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കോൺഗ്രസിൽ തന്നെയുള്ള ഒരു നേതാവായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്. കരുണാകരന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് അറിയാതെ പറന്നുപോയ ഒരു വാചകം, അത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു പോയൊരു വാചകം. കണ്ടില്ലേ, അറിയാതെ പറഞ്ഞു പോയൊരു വാചകം എന്ന രീതിയിൽ എത്ര നൈസായിട്ടാണ് അതിങ്ങനെ തേച്ചു മായിച്ചിട്ട് ഒന്നുമില്ലാതാക്കി കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നത് സ്മൃതി പരുത്തിക്കാട്. അവിടെ പിന്നെ വേറെ സംഘടിച്ചേച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ബിഗ് ടിവിയിലേക്ക് പോയി, ഇപ്പൊ ഒന്നുമില്ലാതായിരിക്കുന്നു. ഇപ്പൊ നമ്മൾ അവരെ കേൾക്കുന്നില്ല, അവരെ കാണുന്നില്ല, അവരങ്ങനെ മാഞ്ഞുമായി കൊണ്ടിരിക്കുകയാണ്. അവിടെ മായട്ടെ. എന്തായാലും ഞാൻ പറഞ്ഞു വെച്ചത്, ഇങ്ങനെ ഒച്ചും വിളിയുമായിട്ട് ഓരോ ചാനൽ പ്രവർത്തനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടയിലേക്കാണ് റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകർ വരുന്നത്. ഇവരെ മുന്നേയും ഞാൻ വേറെ ഒരു ചാനലായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. വളരെ വൃത്തിയായിട്ടൊക്കെ അവർ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്, അവതരിപ്പിക്കുന്നുണ്ട്. അറിയാത്തതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞ് തന്നെ അവതരിപ്പിക്കാനും ഒരു വിഷനുള്ള ഒരാളെന്ന് എനിക്ക്, നന്നായിട്ട് റീഡിംഗ് ഉള്ള ഒരാളെന്ന് എനിക്ക് നമുക്ക് റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയെ തോന്നുന്നുണ്ട്. നോക്കിക്കോളൂ, ഇവരുടെ സംസാരത്തിലെ സ്പഷ്ടത, കൃത്യമായിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ പറയുന്നതെന്ന് ഒന്ന് നോക്കി നോക്കൂ. വർഷത്തിന് മുമ്പ് ഏറ്റവും അധികം തകർന്ന സിസ്റ്റങ്ങളിൽ ഒന്ന് ആരോഗ്യം, പൊതുഗതാഗതം, വൈദ്യുതി, ഇവയൊക്കെ പൊതുമരാമത്ത് വകുപ്പ്, ഈ പറയുന്ന പോലെ ഈ വകുപ്പ്. അപ്പൊ ഞാൻ പറയുകയാണ്, അതിനെയൊക്കെ അതിജയിച്ച ഒരു സിസ്റ്റം ആയിരുന്നില്ല ഇവിടെ ഉണ്ടായിരുന്നത്. ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 99% മരണനിരക്ക് ഉള്ള ഒരു കാര്യമായിരുന്നു അത്. അതിന് 24% കുറച്ച ഒരു സംസ്ഥാനമാണ് നമ്മുടെ. ഇത് PR ഒന്നും അല്ല, ഇത് കണക്കാണ്. ഇത് നമ്മൾക്ക് എല്ലാ സൈറ്റുകളിലും പൊതുമണ്ഡലത്തിൽ തന്നെയുള്ള കണക്കുകളാണ്. മറ്റൊന്ന്, നാഷണൽ ക്വാളിറ്റി അൻഷുറൻസ് സ്റ്റാൻഡേർഡ് ഉള്ള 275 ആരോഗ്യ കേന്ദ്രങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുള്ളത്. 275 എന്നുള്ളത് ഒരു 14 ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ തന്നെ ഒരു ജില്ലയിൽ
15 മുകളിലുണ്ടാവാം അല്ലേ? അപ്പോൾ അത്രയും വിശ്വസ്തമായ ചില സ്ഥാപനങ്ങൾ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ സർക്കാർ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ പോലുള്ള വളരെ സങ്കീർണമായ കാര്യങ്ങൾ നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ സംഭവിക്കുന്നു എന്നുള്ളത് ഒരു വേള അവിശ്വസനീയമാണ്. പക്ഷെ അത് യാഥാർത്ഥ്യമാണ്. ഇവിടെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവയവമാറ്റത്തിനായി മാത്രം സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ പദ്ധതിയാണ് അതൊക്കെ. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം നമ്മുടെ, അത് ഈ പറയുന്ന പോലെ നമ്മുടെ ഹെൽത്ത് മിനിസ്ട്രിയുടെ കണ്ടില്ലേ എന്തൊരു കൃത്യമാണ്. കണക്കുകളൊക്കെ പറയുന്ന 200 ഇത്ര എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആ സംഖ്യ കിട്ടുന്നില്ല. പക്ഷെ എത്ര കൃത്യമായിട്ടാണ് അവരതൊക്കെ പഠിച്ച് എഴുതി വെച്ച് എവിടെയാണ് ഏത് ഡൊമൈനിലാണ് ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങളുള്ളതൊക്കെ എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. അല്ലാതെ സ്മൃതി പരുത്തിക്കാട് ചെയ്യുന്ന പോലൊക്കെ എന്തെങ്കിലും വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്ന രീതിയിലല്ല ഇവർ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. സൈറ്റിൽ പോയി നോക്കിയാൽ തന്നെ അതിനുള്ളിലുണ്ട്. ഇതൊക്കെ ആർക്കും വായിച്ചെടുക്കാവുന്ന കാര്യമാണ്. ഏറെക്കുറെ ഒരു 30 ലക്ഷം പേർക്കാണ് കഴിഞ്ഞ 4 വർഷ കാലയളവിൽ സൗജന്യ ചികിത്സ നൽകിയത്. അതൊക്കെ 7000 കോടിയോളം ചിലവാകുന്ന ഒരു കാര്യമാണ് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത്. ഇത് അവകാശമാണെന്നൊക്കെ നമുക്ക് പറയാം. അതിലേക്ക് ഞാൻ വരാം. കേരളത്തിന്റെ സാമൂഹിക അധിഷ്ഠിത ഹിമാചൽ പ്രദേശ് പോലും മാതൃകയാക്കിയതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റ് ഈ പറയുന്ന പോലെ സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെ എന്തോ ഔദാര്യമല്ല, ഇതൊരു അവകാശമാണ് എന്നാണ് ഈ കാര്യങ്ങളൊക്കെ പ്രതിപക്ഷം സാധാരണഗതിയിൽ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. ശരിയാണ്, ഈ അവകാശങ്ങൾ നിങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് കിട്ടിയിരുന്നു എന്നുള്ളതാണ് ചോദ്യം. എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഈ അവകാശങ്ങളിൽ പലതും ആ സമയത്ത് കിട്ടിയിരുന്നില്ല. ഇത് അവകാശമാണെങ്കിലും ഈ അവകാശങ്ങൾ എത്തിക്കാൻ ഒരു സിസ്റ്റം ഇവിടെ വേണ്ടേ? ആ സിസ്റ്റത്തിലൂടെയാണല്ലോ ഇത് സാധ്യമാകുന്നത്. അപ്പോ അങ്ങനെ ഡെലിവറി ആ ഒരു സിസ്റ്റത്തിന്റെ പേരാണ് പിണറായി വിജയൻ എന്ന് ഇവർ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. തൊട്ടപ്പുറത്ത് സനീഷ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ എത്ര എന്താ പറയാ ചിത്തതയാണ്, എത്ര നല്ലൊരു മൈൻഡോട് കൂടിയിട്ടാണ് അത് കേട്ട് നിൽക്കുകയാണ്. വളരെ വൃത്തിയായിട്ട് കേട്ട് നിൽക്കുകയാണ്. ഇടപെട്ട് സംസാരിക്കുന്നില്ല. ഇതല്ല ഇടപെടേണ്ട സമയം എന്ന് കൃത്യമായിട്ട് ബോധ്യമുള്ള ഒരു മനുഷ്യൻ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്നു. ഞാൻ പറഞ്ഞു വെച്ചതൊന്നും വേറൊന്നുമല്ല. ഇപ്പോ ഈ ഒച്ച ബഹളം ഇല്ലാതെ കൃത്യമായിട്ട് കണക്കുകളൊക്കെ വെച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ചാനൽ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ കാണേണ്ടത് ന്യൂസ് മലയാളം എന്ന് പറയുന്ന ചാനലാണ്. ഒരു സംശയമില്ല. ഞാൻ ഒരുപക്ഷെ ഒരു ഇടതുപക്ഷ സഹയാത്രികനാണെന്നൊക്കെ എന്നെ പറ്റി പറയാം. എന്നാൽ അതിനൊരു അന്തം കമ്മിയോ അല്ലെങ്കിൽ അന്തമായിട്ട് അടിമയൊന്നുമല്ല. ഇടതുപക്ഷത്തെ സ്നേഹമാണെന്ന് വെച്ചാൽ ഞാൻ CPM-കാരനാണെന്നും എന്നെ അവിടെ കൊണ്ടുപോയിട്ട് കിട്ടുന്നു വേണ്ട. ഇടതുപക്ഷം എന്ന് പറയുന്നത് CPM മാത്രമാണെന്നൊക്കെ ചിന്തിച്ചാൽ കുറച്ച് കഷ്ടമാണ്. എന്തായാലും ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ്. അതുകൊണ്ട് ഞാൻ കൈരളി ചാനൽ കാണുമെന്ന് പറയില്ല. അത് അന്ധമായിട്ട് അവരെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ചാനലാണ്. എന്നാൽ ഇത് കൃത്യമായിട്ട് കണക്കുകളായിട്ട് മുന്നോട്ട് പോകുന്ന ചാനലാണ്. അതുകൊണ്ട് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വൃത്തിയായിട്ട് മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു നല്ല വിഷൻ കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ന്യൂസ് മലയാളം പോയി കാണാളെ. എനിക്ക് ന്യൂസ് മലയാളം ഒന്നും തന്നിട്ടൊന്നുമില്ല കേട്ടോ. അവർ തരാനും പോകുന്നില്ല. എനിക്ക് സനീഷിനെ അറിയില്ല, മറ്റവനെ അറിയില്ല, ആരും അറിയില്ല. ബൈ.